ഹബക്കൂക്ക് 3:2 യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും. വടക്കിനോട് തെരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കുന്നവൻ തളർന്നു പോകുന്ന അവസ്ഥകളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് ശക്തി പകരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഏറെ നാളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? ദൈവം പരിഹാരം തരും. നമ്മുടെ സംവത്സരത്തെ ദൈവത്തിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുകയും പാതകളെ സമൃദ്ധമാക്കുകയും ചെയ്യും. 85 സങ്കീർത്തനത്തിൽ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? 119 പറയുന്നു, എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമെന്ന്. ഹൃദയശുദ്ധിയോടെ മനോവിനയത്തോടെ അവിടുത്തെ പാദപീഠത്തിലിരിക്കാം. പ്രശ്നങ്ങളെ വലുതായി കാണാതെ വലിയവനായി ദൈവത്തിന്റെ മുഖം ദർശിക്കാം. കാറ്റെ ശാന്തമാകുക, കടലെ അടങ്ങ എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലും അമർന്നു. ദൈവം പ്രവർത്തിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അത് വേഗത്തിൽ വെളിപ്പെട്ടു വരുവാനിടയാകട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവത്തിന്റെ കരം സാധ്യമാക്കി തരും. യെശയ്യാ 55:11 പറയുന്നു, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി നമ്മളെ സമർപ്പിക്കാം. ഏവരെയും ദൈവകൃപയിൽ നിലനിൽക്കാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.